നമസ്കാരം. ജെം സ്റ്റോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയമണ്ട് ഡയമണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ പലരുടെയും മനസ്സിൽ ആദ്യം എത്തുന്നത് നല്ല തിളക്കമുള്ള ഒരു രത്നക്കല്ലാണ്, അല്ലേ? നമ്മളിൽ പലരും അത് വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് പക്ഷെ അതിൻ്റെ ഏറിയ ആ ഒരു വില മൂലം പലർക്കും വാങ്ങാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഈ ഇഷ്ടപ്പെടുന്ന, അതായത് പണ്ട് മുതൽ പറഞ്ഞു വരുന്ന ഈ എലഗൻസിൻ്റെയും ലക്ഷറിയുടെയും ടൈംലെസ് ബ്യൂട്ടിയുടെയും ഈ ഒരു ആ ഡയമണ്ട് എന്ന് പറയുന്ന ജം സ്റ്റോൺ വളരെ ചെറിയ പൈസയിൽ നമുക്ക് വാങ്ങാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലോ, അതായത് കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമിയുടെ മാൻഡലിൽ ഉൾത്തിരിഞ്ഞ ആ ഡയമണ്ട് വളരെ ചുരുക്കം ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ ഉള്ളിൽ ഒരു ലാബിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞാലോ. എന്തായാലും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ലാബ് ഗ്രോൺ ഡയമണ്ടിനെ പറ്റിയാണ്. ലാബ് ഗ്രോൺ ഡയമണ്ടിൻ്റെ വിശാലമായ ഈ ലോകത്തെക്കുറിച്ച് നമുക്കൊന്നിച്ച് അറിയാം. എൻ്റെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും വഴി ഒരുപാട് പേരോട്, അതായത് ഞാൻ എൻ്റെ സ്റ്റാറ്റസും സ്റ്റോറി ആയിട്ടുണ്ടായിരുന്നു, ലാബ് ഗ്രോൺ ഡയമണ്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഇല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ടോ, കേട്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ സംശയങ്ങളെന്ന് ഞാൻ എൻ്റെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലുമായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വന്ന് കുറച്ച് ചോദ്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു ചോദ്യോത്തര പരിപാടിയായിട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡിനെ കാണാം. കൂടുതലായിട്ടും ലാബ് ഗ്രോൺ ഡയമണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക, നിങ്ങളെ അതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുക എന്നതാണ് എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെയുള്ള ഉദ്ദേശം. അപ്പോൾ ആദ്യം ഞാനൊരു ക്വിക്ക് ഇൻട്രൊഡക്ഷൻ തരാം ലാബ് ഗ്രോൺ ഡയമണ്ട് എന്താണെന്ന്. ലാബ് ഗ്രോൺ ഡയമണ്ട്, അതായത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലാബ് ഗ്രോൺ ഡയമണ്ട്, ലാബിൻ്റെ ഉള്ളിൽ നിന്നും ഉണ്ടായ ഡയമണ്ട്. ഒരു സാധാരണ ഡയമണ്ടും ലാബ് ഗ്രോൺ ഡയമണ്ടും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഫിസിക്കലി ഒപ്റ്റിക്കലി കംപ്ലീറ്റ്ലി സെയിം ആണത്. കെമിക്കലി ഫിസിക്കലി ഒപ്റ്റിക്കലി കംപ്ലീറ്റ്ലി സെയിം ആണ്. രണ്ടിൻ്റെയും അടിസ്ഥാന എലമെൻ്റ് എന്ന് പറയുന്നത് കാർബൺ ആണ്. കാർബൺ, നമ്മൾ ആ കറുത്ത കരിക്കട്ട പോലത്തെ സാധനമില്ലേ, ആ കാർബൺ തന്നെയാണ് രണ്ടിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഒരു ഡയമണ്ടും ഒരു നാച്ചുറൽ നിന്ന്, ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്ത ഡയമണ്ടും ഒരു ലാബിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത ഡയമണ്ടും തമ്മിൽ കാഴ്ചയിൽ, അല്ലെങ്കിൽ അതൊരു ലാബിൽ കൊണ്ടുപോയി കാണിച്ച് അതിനെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫിസിക്കലി, അതായത് ഫിസിക്കലി എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് നോക്കുമ്പോഴോ സ്പർശിക്കുമ്പോഴോ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അതിൻ്റെ ഹാർഡ്നെസ് എന്താണെന്ന് നമ്മുടെ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട്. ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റൻറ്റ് ടു സ്ക്രാച്ച്, അതായത് ഡയമണ്ടാണ് ലോകത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള മിനറൽ. എന്ന് വെച്ചാൽ ഡയമണ്ടിനെ കൊണ്ട് നമുക്ക് ഈ ലോകത്തിലെ ഏതൊരു വസ്തുവും കട്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഹാർഡ്നെസ്സിൻ്റെ കാര്യത്തിൽ ഡയമണ്ട് ഈ ലാബിൽ ക്രിയേറ്റ് ചെയ്തതും നമ്മുടെ മൈൻ ചെയ്തെടുത്തതും സെയിം തന്നെയായിരിക്കും. ഒപ്റ്റിക്കലി എന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയുന്ന ആൾക്കാരുണ്ടാവും. എന്നാലും ചെറിയതായിട്ട് ഞാനൊരു ഉദാഹരണം പറയാം, അല്ലെങ്കിൽ കൂടുതൽ ഫിസിക്സ് ആയിപ്പോകും ക്ലാസ്. നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്ട്രോ ഇട്ട് കഴിഞ്ഞാൽ ആ സ്ട്രോ ഇവിടുന്ന് ഗ്ലാസ് വെള്ളത്തിൽ ടച്ച് ചെയ്യുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനും, അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊരു ബെൻഡ് ചെയ്തിട്ടുള്ള ഒരു ലൈനും ആയിരിക്കും കാണുന്നത്. അത് വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അതായത് ഈ വെളിച്ചം ഒരു വസ്തുവിൽ തട്ടി പ്രതിഫലിക്കുമ്പോഴാണല്ലോ നമുക്ക് ആ വസ്തുവിനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഈ ഡയമണ്ടിന് അകത്തോട്ട് പോകുന്ന ലൈറ്റ് ഒരു നിശ്ചിത അളവിൽ അത് ടേൺ ആവുകയും അത് തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് വരികയും അപ്പോഴാണ് നമ്മൾ ആ തിളക്കം കാണുന്നത്. കൂടുതലായിട്ട് ഞാൻ ഫിസിക്സ് ക്ലാസ്സിലേക്ക് വരുന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ ഫിസിക്കലി കാഴ്ചയിൽ നമ്മളെ ഈ രണ്ട് ഡയമണ്ട്സും ഒരുപോലെ ഉണ്ടാവും. അതേപോലെ ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എല്ലാം കറക്റ്റായിരിക്കും. പിന്നെ കെമിക്കൽ കോമ്പോസിഷൻ, അതായത് ഇതിനകത്ത് ഉണ്ടാകുന്ന ബേസ് എലമെൻ്റ് എന്താണ്? കാർബൺ ആണ്. രണ്ടും കാർബൺ ആണ്. അപ്പോൾ യാതൊരു വ്യത്യാസവും രണ്ട് ഡയമണ്ട്സും ഞാൻ നിങ്ങളുടെ കയ്യിലോട്ട് തന്നാൽ മനസ്സിലാവില്ല. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ജ്വല്ലർക്കോ, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു മീഡിയം ലെവലിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ജെമോളജിസ്റ്റിനോ, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ജെമോളജിസ്റ്റിനോ പോലും ഒറ്റ കാഴ്ചയിൽ ഒരു മെഷീൻ്റെയോ ഒരു ലബോറട്ടറിയുടെയോ സഹായം ഇല്ലാതെ
ഈ രണ്ടും തമ്മിൽ വേർതിരിച്ച് അല്ലെങ്കിൽ വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റില്ല 100%. എന്താണെന്ന് വെച്ചാൽ ഈ ലാബ് ഗ്രോൺ ഡയമണ്ടും നാച്ചുറൽ ഡയമണ്ടും കംപ്ലീറ്റ്ലി സെയിം ആണ്. ഇത് എവിടെയാണ് വ്യത്യാസം വരുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. അതിനു മുമ്പ് ഈ ലാബ് ഗ്രോണിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഡയമണ്ടുകൾ, അതായത് ലാബ് ഗ്രോൺ ആയിട്ടുള്ള ഈ ഡയമണ്ടിൽ ഏത് ടൈപ്പിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ലാബ് ഗ്രോൺ ഡയമണ്ട് നമ്മൾ 2 രീതിയിലാണ് ലാബ് ഗ്രോൺ ഡയമണ്ട് ഉണ്ടാക്കുന്നത്. ലാബിൽ ക്രിയേറ്റ് ചെയ്യുന്ന 2 രീതിയിലാണ്. ഒന്ന് HPHT, ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ മെത്തേഡ്. അതായത് നമ്മുടെ ഭൂമിയുടെ മാൻറ്റിലോ കോറിലോ രൂപാന്തരപ്പെടുന്ന അതേ അവസ്ഥ നമ്മൾ ഒരു ലാബിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഒരു കാർബൺ, അതായത് കാർബൺ എന്ന് പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ആ കരിക്കട്ട, ആ കറുത്ത കാർബൺ ഭൂമിയുടെ മാൻറ്റിലോ കോറിലോ ചെന്നിട്ട് ഇത് അവിടുത്തെ ഹൈ പ്രഷർ, നമുക്കറിയാം ഭൂമിയുടെ കോറിലോട്ട് ചെല്ലുന്തോറും പ്രഷർ കൂടിക്കൊണ്ട് വരും. അപ്പോൾ അവിടുത്തെ ആ ഒരു ഹൈ പ്രഷറിനകത്തും പിന്നെ ഭൂമിയുടെ കോറിനോട് ചെല്ലുന്തോറും ടെമ്പറേച്ചറും കൂടും. ഈ ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും കോടാനുകോടി വർഷങ്ങൾ ഇതിൽ ഇങ്ങനെ നിന്നിട്ട് ഈ ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും വന്നാണ് ഈ കാർബണിൻ്റെ ആറ്റംസ് മെല്ലെ കൺവേർട്ടായിട്ട് ഈ ഡയമണ്ട് രൂപത്തിലോട്ട് മാറുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ശരിക്കുള്ള രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ ഈ HPHT ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിക്കടിയിൽ എന്താണ് സംഭവിക്കുന്നത് അത് സെയിം സംഭവം നമ്മളൊരു ലാബിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഒരു കാർബണിൻ്റെ ഒരു പീസ് എടുത്ത് നമ്മളൊരു മെഷീനകത്ത് വെച്ച് അത് എല്ലാ സൈഡിൽ നിന്നും വളരെ ഹൈ പ്രഷറിലും അത്രയും തന്നെ ടെമ്പറേച്ചറിലും എത്രയോ എന്താ പറയുക മണിക്കൂറുകളോ ദിവസങ്ങളോ ആ ഒരു പ്രഷറിലും ടെമ്പറേച്ചറിലും വന്നിട്ട് രൂപാന്തരപ്പെട്ട് വരുന്നതാണ് HPHT മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് CVD, കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. CVD, കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ. ഇതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡയമണ്ട് സീഡ് എന്ന് പറയും. അതായത് വളരെ തിന്നായിട്ട് വളരെ ചെറിയ ഒരു പീസ് ഡയമണ്ട് എടുത്ത് നമ്മൾ ഒരു പ്രതലത്തിൽ അല്ലെങ്കിൽ ഒരു കെമിക്കൽ ലാബിൻ്റെ ഒരു ഓവൻ സംഘടിപ്പിക്കുക. ആ ഓവൻ്റെ അകത്ത്, ഞാൻ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ പറയുകയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഈ ഓവൻ്റെ അകത്ത് നമ്മളൊരു ചെറിയൊരു സീഡ് എന്ന് പറയും, ഡയമണ്ട് സീഡ്. ഈ സീഡ് അതായത് വളരെ ചെറിയ തിന്നായിട്ടുള്ള ഒരു ഷീറ്റ് ഓഫ് ഡയമണ്ട് എടുത്ത് വെക്കും, വളരെ ചെറുത്. അപ്പോൾ ഈ തിൻ ഓഫ് ഡയമണ്ട് ഷീറ്റ് വെച്ചിട്ട് എല്ലാ സൈഡിൽ നിന്നും, അതായത് ഇതിനകത്ത് കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ എന്നാണല്ലോ ഇതിൻ്റെ പേര്. അപ്പോൾ വേപ്പർ തരത്തിൽ കാർബൺ ആറ്റംസ് ഇതിൻ്റെ മേലെ വന്ന് വീണുകൊണ്ടേയിരിക്കും. അതായത് വീണുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ വീഴ്ത്തുന്നതാണ്. അത് ലാബിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത് കുറച്ച് ടെക്നിക്കൽ സൈഡിലോട്ട് പോകണം, അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇതിനെക്കുറിച്ച്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ലെറ്റ്സ് സേ 2 വീക്സ്, 2 ആഴ്ചകളിലോളം ഇതിൻ്റെ മേലെ വീണ് ഉണ്ടാവുന്ന ആ ഒരു പീസാണ് നമുക്ക് ഡയമണ്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഭൂമിയുടെ അടിയിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുക്കുന്ന ഡയമണ്ടും ലാബിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഡയമണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. പിന്നെ യെസ്, അപ്പം ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ ഒരു വ്യത്യാസം ഉണ്ടെന്നായിരുന്നു. ആ ഒരു വ്യത്യാസമാണ് ഇയേഴ്സ്, ടൈം ടു ടേക്ക് ടു ഫോം എ ഡയമണ്ട്. അതായത് ഒരു ഡയമണ്ട് ഉണ്ടാവാൻ എടുക്കുന്ന കാലം അല്ലെങ്കിൽ സമയം, ഇതിലൊരൊറ്റൊരു കാര്യത്തിൽ മാത്രമേ ഈ ലാബ് ഗ്രോണും നാച്ചുറൽ ഡയമണ്ട് തമ്മിലൊരു വ്യത്യാസമുള്ളൂ. കാരണം ഞാൻ പറഞ്ഞതുപോലെ നാച്ചുറൽ ഡയമണ്ട്സ് കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണ്. പക്ഷേ ലാബിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഏതാനും ആഴ്ചകളോ അല്ലെങ്കിൽ ഒരു മാസത്തിനോ അകത്ത് ഉണ്ടാവുന്നതാണ് ഈ ലാബ് ഗ്രോൺ ഡയമണ്ട്സ്. അപ്പോൾ ആ ഒരു കാര്യം മാത്രമേ ഇതിൽ വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ചോദ്യോത്തരത്തിലേക്ക് വരാം. ആദ്യത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയ ചോദ്യം, എന്താണ് ലാബ് ഗ്രോൺ ഡയമണ്ട്സ് എന്നായിരുന്നു. അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. മനസ്സിലാവാത്തവരൊന്നും കൂടെ തീർച്ചയായും വീഡിയോ കാണുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിപ്പോൾ ദൈർഘ്യം കൂടുകയാണെങ്കിൽ നമ്മൾ 2 പാർട്ടായിട്ടായിരിക്കും ഈ വീഡിയോ ചെയ്യുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 2. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച ചോദ്യങ്ങളിൽ 2ാം ചോദ്യമായിരുന്നു, എന്താണ് പ്രൈസ് ഡിഫറൻസ്, നാച്ചുറൽ ഡയമണ്ടും ലാബ് ഗ്രോൺ ഡയമണ്ടും തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ് 2ാമത്തെ ചോദ്യം. സോ ഫോർ എൻ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. 1 ക്യാരറ്റ്, അതായത് ഒരു ക്യാരറ്റ്
ഡയമണ്ട്. ക്യാരറ്റ് എന്ന് പറയുന്നത് ഡയമണ്ട് അല്ലെങ്കിൽ ജം സ്റ്റോൺസിൻ്റെ വെയിറ്റിനെ സൂചിപ്പിക്കുന്ന ഒരു ടേമാണ് ക്യാരറ്റ്. നമ്മൾ സ്വർണം, ഗ്രാം, പവൻ എന്ന് പറയുന്നത് പോലെ ഡയമണ്ടുകളുടെ വെയിറ്റ് കണക്കെടുക്കുന്നത് ക്യാരറ്റിലാണ്. അതായത് 5 ക്യാരറ്റാണ് 1 ഗ്രാം വരുന്നത്. സോ 1 ക്യാരറ്റ് എന്ന് പറയുന്നത് 200 മില്ലിഗ്രാം. അങ്ങനെയാണെങ്കിൽ 1 ക്യാരറ്റ് ഡി കളർ, നമ്മൾ ഡയമണ്ടിൻ്റെ വീഡിയോസിൽ ഞാൻ 4C എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായും അത് കാണുക. അങ്ങനെയാണെങ്കിൽ കൂടുതൽ മനസ്സിലാവും. സോ 1 ക്യാരറ്റ് ഡി കളർ VVS1 ഡയമണ്ട് നമുക്ക് ഏകദേശം 7 ലക്ഷം രൂപയായിരിക്കും. 6.5 to 7.5 ലക്ഷം രൂപയാണ് ഇന്നത്തെ മാർക്കറ്റ് വില, ഏകദേശം മാർക്കറ്റ് വില വരുന്നത് നാച്ചുറൽ ഡയമണ്ടിന്. അതേസമയം ഈ ലാബ് ഗ്രോൺ ഡയമണ്ടിൽ ഇതേ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് 70,000 രൂപ മുതൽ 1,20,000 രൂപയുടെ ഇടയിൽ ലഭിക്കാൻ ഉള്ള ചാൻസുകളുണ്ട്. ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഏകദേശ വിലയാണ് പറയുന്നത്. ഒരിക്കലും എനിക്കൊരു ഫിക്സഡ് വില പറയാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യാറുണ്ട്. സ്വർണത്തിൻ്റെ വില പോലെ തന്നെ അത്രയും ഫ്ലക്ച്വേഷൻ ഇല്ലെങ്കിലും മാറ്റം വരാറുണ്ട്. അപ്പോൾ ടു ബി ഫ്രാങ്ക്, ശരിക്കും പറഞ്ഞാൽ ലാബ് ഗ്രോൺ ഡയമണ്ടുകൾക്ക് നാച്ചുറൽ ഡയമണ്ടിനേക്കാളും 90% വില കുറവായിരിക്കും. ഒരു നാച്ചുറൽ ഡയമണ്ടിന് കൊടുക്കുന്നതിൻ്റെ 10% വില മാത്രമേ നമ്മളൊരു ലാബ് ഗ്രോൺ ഡയമണ്ടിന് വേണ്ടി ചിലവാക്കേണ്ടി വരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. ഇത് ഒരു 10 to 30% ആവാം. അത് സൈസിൻ്റെയും ക്വാളിറ്റിയുടെയും കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാറുണ്ട്. സോ 10 മുതൽ 30% വരെ മാത്രമേ നമ്മൾ വില കൊടുക്കണ്ടൂ. അതായത് 90 മുതൽ 70% വരെ നമുക്ക് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ലഭിക്കുന്ന ഒന്നാണ് ലാബ് ഗ്രോൺ ഡയമണ്ട്സ്. മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു വെച്ചാൽ ഇതിൻ്റെ ബൈബാക്കും അല്ലെങ്കിൽ എക്സ്ചേഞ്ച് പോളിസീസ് എങ്ങനെയാണ്. സോ നാച്ചുറൽ ഡയമണ്ട്സ് അധികം ജ്വല്ലറികളിലും കണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 100% ക്യാഷ് ബാക്കും 100% എക്സ്ചേഞ്ചും, അല്ലെങ്കിൽ 90% or 80% ക്യാഷ് ബാക്ക്. അതായത് നമ്മൾ പണമായിട്ട് തിരിച്ചു വേണമെങ്കിൽ 80-90% ബൈബാക്കും, എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ 100%. അതായത് നമ്മളൊരു 1 ലക്ഷം രൂപയുടെ ഡയമണ്ടാണ് വാങ്ങിയതെങ്കിൽ നമുക്കതിനെ വിറ്റ് കാശ് വേണം എന്നുണ്ടെങ്കിൽ അതേ ജ്വല്ലറികളിൽ പോയാൽ അവർ 80,000 രൂപ തരും. പക്ഷേ നമുക്കത് മാറ്റിയിട്ട് മറ്റൊരു ഡയമണ്ട് ആഭരണമാണ് എടുക്കേണ്ടതെങ്കിൽ അവർ ആ 1 ലക്ഷം രൂപ തന്നെ തരും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലാബ് ഗ്രോണിൻ്റെ കേസുകളിൽ പല കമ്പനികൾക്കും പല എക്സ്ചേഞ്ച് പോളിസീസാണ് കണ്ടുവരാറുള്ളത്. ചില കമ്പനീസ്, ചില ജ്വല്ലറികൾ 80% എക്സ്ചേഞ്ച് വാല്യൂ എടുക്കാറുണ്ട്, 90% എക്സ്ചേഞ്ച് വാല്യൂ എടുക്കാറുണ്ട്, 100% എക്സ്ചേഞ്ച് വാല്യൂ എടുക്കാറുണ്ട്. ക്യാഷ് ബാക്കിൻ്റെ കാര്യത്തിൽ 50% ക്യാഷ് ബാക്ക് മുതൽ 80% ക്യാഷ് ബാക്ക് വരെ കണ്ടിട്ടുണ്ട്. അത് ഓരോ കമ്പനീനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ 50% മുതൽ മുകളിലോട്ട് കണ്ടിട്ടുണ്ട്. എക്സ്ചേഞ്ച് മാത്രമുള്ള ഡയമണ്ട്സ് ലാബ് ഗ്രോൺസും കണ്ടിട്ടുണ്ട്. അത് ക്യാഷ് ബാക്ക് കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കമ്പാരിസൺ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ 1 ക്യാരറ്റ് ഡയമണ്ട് വാങ്ങുകയാണ്, നാച്ചുറൽ 7 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. 7 ലക്ഷം രൂപ കൊടുത്തിട്ട് നിങ്ങളൊരു ഡയമണ്ട് വാങ്ങുകയാണ്. ഈ വാങ്ങിയ ഡയമണ്ട് 7 ലക്ഷം രൂപ കൊടുത്തിട്ട് നിങ്ങളൊരു നാച്ചുറൽ ഡയമണ്ട് 7 ലക്ഷം രൂപ കൊടുത്തിട്ട് വാങ്ങുകയാണ്. അതേ സമയത്ത് 70,000 രൂപ കൊടുത്തിട്ട് ഒരു ലാബ് ഗ്രോൺ ഡയമണ്ടും കൂടെ വാങ്ങുകയാണ്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ 2 ഡയമണ്ടുകളുണ്ട്. ഈ 2 ഡയമണ്ടും നിങ്ങൾക്ക് വിൽക്കണം. ഒരു നിശ്ചിത കാലം കഴിഞ്ഞ ഒരു 1 or 2 years കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് വിൽക്കുക, കുറച്ച് ക്യാഷ് ആക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ ഈ ലാബ് ഗ്രോൺ ഡയമണ്ട് വിൽക്കാൻ പോവുകയാണ്. വിൽക്കാൻ പോകുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ബൈബാക്ക് പ്രകാരം ഞങ്ങൾ 50% മാത്രമേ ക്യാഷ് തരുള്ളൂ എന്ന് പറയുകയാണ്. നിങ്ങൾ മതി, ഓക്കെ അത് മതി എന്ന് പറയുന്നു. നിങ്ങളത് വിൽക്കുന്നു. നിങ്ങൾക്ക് 70,000-ൻ്റെ 70,000-ൻ്റെ 50% കിട്ടുന്നു. 35,000 രൂപ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നു. നിങ്ങൾ ലാബ് ഗ്രോൺ ഡയമണ്ട് നാച്ചുറൽ ഡയമണ്ട് വിൽക്കാൻ പോകുമ്പോൾ അവർ പറയുന്നു ഞങ്ങളുടെ ബൈബാക്ക് പോളിസി പ്രകാരം 80% ആണ് ഞങ്ങൾ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതെന്ന്. അപ്പോൾ 7 ലക്ഷം രൂപയുടെ ഇതിൽ നിങ്ങളുടെ 20% നഷ്ടപ്പെടും. അതായത് 1,40,000 രൂപ നഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ കയ്യിൽ പിന്നെ കിട്ടുന്നത് 5,60,000 രൂപയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിലേതിനാണ് മൂല്യം കൂടുതൽ എന്നുള്ളത്
നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചിട്ട് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങൾ ഇതിൽ ഏത് ചൂസ് ചെയ്യുമെന്നുള്ളത്. നിങ്ങൾക്കിവിടെ 1,40,40,000 രൂപ നാച്ചുറലിൽ നഷ്ടപ്പെടുന്നു, 35,000 രൂപ ഇതിൽ നഷ്ടപ്പെടുന്നു. 7 ലക്ഷം കൊടുത്തതിൽ നിങ്ങൾക്ക് 5,60,000 കിട്ടുന്നു, 70,000 കൊടുത്തതിൽ നിങ്ങൾക്ക് 35,000 രൂപ കിട്ടുന്നു. അല്ല, ഇനി 70,000 രൂപ നിങ്ങൾ കൊടുത്തത് 70,000 രൂപയും പോയി എന്ന് വിചാരിക്കുക. അതായത് അവർ പറയുന്നത് ഞങ്ങൾക്ക് 0% ആണ് ബൈബാക്ക് എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളത് ഓക്കെ, ഇതിൻ്റെ ഗോൾഡിൻ്റെ വില മാത്രം എനിക്ക് തന്നാൽ മതി, ഡയമണ്ട് എന്തായാലും പോട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിലും ആ ഒരു സാഹചര്യം വന്നാലും ഈ 70,000 രൂപ നഷ്ടപ്പെടുന്നതാണോ 1,40,40,000 രൂപ നഷ്ടപ്പെടുന്നതാണോ, ഏതായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ചോദ്യം നമ്പർ 4. ചോദ്യം നമ്പർ 4 പോകുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട്. ഈ വീഡിയോൻ്റെ ദൈർഘ്യം കൂടും എന്നുള്ളത് കൊണ്ട്, വീഡിയോൻ്റെ ദൈർഘ്യം കൂടുന്നതോറും ആൾക്കാർ കാണുന്നത് കുറവാണെന്നുള്ളത് ലാസ്റ്റ് അനലറ്റിക്സിൽ മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് 3 വീഡിയോസിലും ഒരുപാട് വ്യൂസ് കുറവായിരുന്നു കമ്പാരറ്റീവ്ലി. എൻ്റെ സ്റ്റോൺ കളക്ഷൻസ് കാണിച്ചു തന്നതിൽ പേൾസിൻ്റെയൊക്കെ വീഡിയോസിന് ഒരുപാട് വ്യൂസ് കുറവായിരുന്നു. പിന്നെ അതിന് മുമ്പുണ്ടായിരുന്ന കോട്സിൻ്റെ വീഡിയോസ് ആയാലും, അതിന് മുമ്പ് ചെയ്ത എൻ്റെ സ്റ്റോൺ കളക്ഷൻ്റെ 1ാം പാർട്ടായാലും ഇതിനൊക്കെ വ്യൂസ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് വീഡിയോയിൻ്റെ ലെങ്ത്ത് ചുരുക്കാൻ വേണ്ടിയിട്ട് ഈ ചോദ്യോത്തരം ഇവിടെ നിർത്തുകയാണ്. പാർട്ട് 2 വെച്ചിട്ട് നമുക്ക് തീർച്ചയായും കാണാം. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഏത് ചൂസ് ചെയ്യുന്നുള്ളത്, ലാബ് ഗ്രോൺ ആയിരിക്കുമോ നാച്ചുറൽ ആയിരിക്കുമോ എന്നുള്ളത് എനിക്ക് അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. തീർച്ചയായും ചൂസ് ചെയ്യുക. I'll see you in the next video. Thank you so much. Bye.